ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് നമുക്ക് ചോറിൻ്റെ എല്ലാം കൂടി കഴിക്കാൻ പറ്റിയ നല്ലൊരു ഒഴിച്ചു കറിയാട്ടോ. അപ്പോൾ ഇത് പാവക്ക മോര് കറിയാണ്. ഒട്ടും കയ്പില്ലാതെ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുള്ളൊരു പാവക്ക മോര് കറിയാട്ടോ ഇത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഇതവിടെ ഒരു മുഴുവൻ പാവക്കയും ഒരു ചെറിയ പീസ് കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാവക്കയുടെ മുകളിലുള്ള ഈ ഒരു പൊങ്ങിക്കിടക്കുന്ന ഭാഗമെല്ലാം കത്തി വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കണ്ണൂർ ഇതിന് കൈപ്പക്ക എന്നിട്ടാ പറയുക. പാവക്ക എന്ന് ഞാൻ പറയുന്നത് എല്ലാവർക്കും മനസ്സിലാകേണ്ടതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ കൈപ്പക്ക എന്ന് തന്നെയാട്ടാ പറയുന്നത്. അങ്ങനെ ഇത് നമ്മുടെ കൈപ്പക്കയുടെ ആ ഒരു മുകളിലുള്ള ഭാഗമെല്ലാം ഒന്ന് ചെത്തി മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇത് ചെറിയ പീസായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നീളത്തിലിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കട്ട് ചെയ്ത കൈപ്പക്ക ഞാൻ ഇവിടെ കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ കട്ട് ചെയ്യണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് കാണാൻ കുറച്ച് ഭംഗിയുണ്ട്, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വട്ടത്തിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കുക, അതല്ലെങ്കിൽ നമ്മൾ തോരനെല്ലാം അരിഞ്ഞെടുക്കൂലേ, അങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി നമുക്ക് കറി തയ്യാറാക്കാം. ഞാൻ ഇതവിടെ സ്റ്റൗവിലേക്ക് ഒരു മൺചട്ടി വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കറിയെല്ലാം തയ്യാറാക്കുന്ന സമയത്ത് മൺചട്ടി എടുക്കാനും അതുപോലെ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് കൊടുക്കാനും ശ്രദ്ധിക്കണേ. അങ്ങനെ നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കട്ട് ചെയ്തെടുത്ത് വെച്ച് കൈപ്പക്കയും അതിൻ്റെ കൂട്ടത്തിൽ 2 തണ്ട് കറിവേപ്പും പിന്നെ 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ വെളിച്ചെണ്ണയിൽ കടത്തിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, കൂടെ ബെല്ലൈക്കണും അമർത്തണം. അതുപോലെ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അങ്ങനെ ഞാൻ ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൈപ്പക്ക അധികം കയ്പൊന്നും ഇല്ല കേട്ടോ. എത്ര കഴിക്കാത്ത ആളും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കഴിച്ചു പോകും. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് ഇത്. അങ്ങനെ ഞാൻ ഇതിവിടെ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കണ്ട, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിന് നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അങ്ങനെ ഞാൻ ഇതിവിടെ മൂടി വെച്ച് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനിത് തുറന്ന് നോക്കാം. അങ്ങനെ ഇതാ നമ്മുടെ കൈപ്പക്ക നല്ല പാകത്തിന് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് വെന്തങ്ങ് ഒടിയൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വേവിച്ചെടുത്താലും മതി. ഇനി നമുക്കിതിലേക്കുള്ള അരപ്പൊന്ന് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇതിവിടെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വീണ്ടും ഇതിവിടെ മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അപ്പം ഞാൻ ഇതിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ട് ഇതിലേക്ക് ഒരു കൈപ്പിടി നിറയെയും പിന്നെ കുറച്ചുകൂടി തേങ്ങ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചെറിയ ജീരകം കേട്ടോ. ചെറിയ ജീരകം ഒരു പിഞ്ച് ചെറിയ ജീരകം മതി. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ടൈമിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾ വേവിച്ചെടുക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്താലും മതിയേ. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. മുളക് നേരത്തെ ചേർത്ത് കൊടുത്ത മുളക് നല്ല എരിവുണ്ട്, അപ്പോൾ നോക്കിയിട്ട് മുളക് ചേർത്ത് കൊടുത്താൽ മതി. എത്രത്തോളം എരിവ് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് നല്ല മഷി പോലെ ഇത് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ ഇതിലേക്കൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ തേങ്ങ നന്നായിട്ട് ഞാൻ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ പാവക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. ആ ഒരു മിക്സിയുടെ ജാറിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വീണ്ടും കുറച്ച് വെള്ളം കൂടി ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മറ്റുള്ള മോര് കറിയൊന്നും വെക്കുന്നത് പോലെ, അതായത് നമ്മൾ കുമ്പളങ്ങ അതുപോലെ വെള്ളരിക്കലും മോര് കറി തയ്യാറാക്കുന്ന സമയത്ത് ഇതിൽ ചെറിയ ഉള്ളി വെളുത്തുള്ളിയെല്ലാം ചേർത്ത് കൊടുക്കില്ല, അതൊന്നും ഈ ഒരു കറിക്ക് ഞാൻ ചേർത്ത് കൊടുക്കില്ല കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് തീരെ കുറവേനും, അപ്പോൾ ഉപ്പ് കൂടി ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കറി നന്നായിട്ട് ഇവിടെ തിളക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 2-3 തണ്ട് കറിവേപ്പ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഞാൻ ഇതിവിടെ കറിവേപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഫ്ലെയിം ഇതിവിടെ ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ഇതിലേക്ക് തൈര് ഒഴിച്ച് കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ കറി ഇവിടെ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു തിളയെല്ലാം നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് തൈര് മിക്സിയുടെ ജാറിലൊന്ന് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഈ ഒരു സമയത്ത് വേണമെങ്കിൽ ഉപ്പെല്ലാം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷേ എൻ്റെ ഉപ്പെല്ലാം നല്ല പാകത്തിനുണ്ടേനു. ഇനി നമുക്കിതിലേക്ക് കടുക് കൂടി ഒന്ന് താളിച്ചിടണം. അപ്പോൾ കടുക് താളിച്ചിടുന്ന സമയത്ത് ചെറിയ ഉള്ളിയൊന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. വെറും വെളിച്ചെണ്ണയും അതുപോലെ കടുകും വറ്റൽമുളകും മാത്രം ഇട്ടാ താളിച്ചിട്ട് കൊടുക്കുന്നത്. മറ്റുള്ള കറികളിലൊന്നും ചെയ്യുന്നത് പോലെ ചെറിയ ഉള്ളിയൊന്നും താളിച്ചിടുന്നില്ല. അങ്ങനെ ഇതാ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒട്ടും കയ്പില്ലാത്ത നല്ലൊരു അടിപൊളി കയ്പ്പക്ക മോര് കറി ഇതിവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും അതുപോലെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതുപോലെ നിങ്ങൾ ഇതുവരെ കയ്പ്പക്ക മോര് കറി തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കിയിട്ട് അഭിപ്രായമുള്ള കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.